Hello everyone, welcome to Shanu's Launch. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബിക്കോസ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഓരോ ഷെയറും ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് അത്രത്തോളം പ്രഷ്യസ് ആണ്. ഓൾസോ ഇതിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വേറൊരു മോറൽ സ്റ്റോറി ആയിട്ടാണ്. ഈ മോറൽ സ്റ്റോറി എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിൽ പലരും ഉണ്ടാവും, അവർക്ക് നോ പറയാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. നോ പറയുന്ന കാര്യത്തിൽ മടി തോന്നുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്ന ഒരു സ്റ്റോറി ഉണ്ട്. സോ ആ സ്റ്റോറി നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ഈ സ്റ്റോറിയിൽ ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന് ഒരു പേരിടണ്ടേ? ലെറ്റ്സ് കോൾ ഹർ മായ. മായ വളരെ ദയയും കരുണയും ഒക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു. അവളുടെ അടുത്ത് ആരും എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ സ്പോട്ടിൽ തന്നെ അത് ചെയ്തു കൊടുക്കും. സ്വന്തം കാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ ആ കാര്യം അവിടെ മതിയാക്കി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരാളൊരു ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഹെൽപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മായ ചിലപ്പോൾ മായയുടെ ഹോംവർക്ക് ചെയ്യത്തില്ല, അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പോലും ആളുടെ ഹോംവർക്ക് ചെയ്തു കൊടുക്കും. അതാണ് മായയുടെ സ്വഭാവം. ആര് ഏത് നേരത്തെ കോൾ ചെയ്താലും ആ കോൾ എടുക്കുക എന്ന് പറയുന്നതും ആ കോളിൽ ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതും മായയ്ക്കൊരു പ്രോബ്ലമേ ആയിരുന്നില്ല. ആരെപ്പോൾ കോൾ ചെയ്താലും മായ അപ്പോഴൊക്കെ അവൈലബിൾ ആയിരിക്കും. ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെഫ്യൂസ് ചെയ്യാന്ന് പറയുന്നത് മായയുടെ ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും മൈൻഡിലൊരു ഫീലിംഗ് ഉണ്ടാവാൻ തുടങ്ങി. ലൈക്ക് മായ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം ഇപ്പോഴും അവൈലബിൾ ആയിരിക്കും. നമ്മൾ എന്ത് ചോദിച്ചാലും അവൈലബിൾ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചാൽ ഉടനെ ആ മായ ചെയ്തു തരും എന്ന കാര്യം എല്ലാവരുടെയും മൈൻഡിൽ രജിസ്റ്റർ ആവാൻ തുടങ്ങി. അത് കാരണം കൊണ്ട് തന്നെ പലരും മായ അഡ്വാൻറ്റേജ് എടുക്കാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും മായയെ ഹോംവർക്ക് ഏൽപ്പിക്കാൻ തുടങ്ങി. അത് വന്നപ്പോഴത്തേക്കും മായയ്ക്ക് മായയുടെ ഹോംവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സ്റ്റിൽ അത് ആരുടെയെങ്കിലും അടുത്ത് എനിക്ക് സമയമില്ല എന്ന കാര്യം പറയാന്നുണ്ടെങ്കിൽ അവർ മായയുടെ അടുത്ത് ഫേസ് കാണിക്കാൻ തുടങ്ങി. അല്ലെന്നുണ്ടെങ്കിൽ അവർ മായയെ പറ്റിയിട്ട് വേറൊരാളുടെ അടുത്ത് കുറ്റം പറയാൻ തുടങ്ങി. ഇതിന് മുന്നേ ചെയ്തു തന്ന കാര്യത്തിന് വേണ്ടിയിട്ടൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാതെ ഇപ്പോൾ ചെയ്തു തരാത്തതിനെ ബേസ് ചെയ്തിട്ട് ബിഹേവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ മായയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇത് ഇക്കാര്യത്തിൽ മാത്രമല്ല, വേറെയും പല കാര്യങ്ങളിലും മായ ഇത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. മായയുടെ അടുത്തൊരു ഫ്രണ്ട് ഒരു പ്രാവശ്യം ഒരു ചെയിൻ വേണമെന്ന് ചോദിച്ചു. മായ അത് വളരെ ഫേവറേറ്റ് ആയിട്ട് വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ട് വെച്ചിരുന്ന ഒരു ചെയിനായിരുന്നു. ആ ഫ്രണ്ട് അത് ചോദിക്കുന്ന സമയത്ത് മായയ്ക്ക് അത് കൊടുക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെ മനസ്സിന് വിഷമാവില്ലേ? അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തന്നെ മായ അത് കൊടുത്തുവിട്ട് തിരിച്ച് ഈ ഫ്രണ്ട് ഈ ചെയിൻ കൊണ്ട് റിട്ടേൺ ചെയ്ത സമയത്ത് ഈ ചെയിൻ പൊട്ടിയായിരുന്നു കൊണ്ടുവന്നത്. ആൻഡ് ആ ഫ്രണ്ട് കുറച്ച് എക്സ്ക്യൂസും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ മായയ്ക്ക് പോയി ആ കുട്ടിയുടെ അടുത്ത് വഴക്കുണ്ടാക്കാനോ ദേഷ്യപ്പെടാനോ അങ്ങനെയൊന്നും സാധിക്കില്ല. കുറേ നാളിതെല്ലാം സഹിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മായയ്ക്ക് അവസാനമായപ്പോഴത്തേക്കും വളരെയധികം എക്സോസ്റ്റഡ് ആവാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മായയ്ക്കാണെങ്കിൽ ഒരു ബ്രേക്ക് വേണമെന്ന് വിചാരിച്ച് മായ നേരെ പോയി മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാവരും എന്ത് കാര്യം ചോദിച്ചാലും ചെയ്തു കൊടുക്കലുണ്ട്. ചില സമയത്തൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും എന്നെക്കൊണ്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ പോലും ഞാനത് ചെയ്യുന്നില്ല എന്ന കാര്യം പറയാമെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മായയുടെ പ്രശ്നം മുഴുവൻ മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട് മുത്തശ്ശി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മായയെ വിളിച്ചിട്ട് പോയിട്ട് ഒരു ഗ്ലാസ് കപ്പ് എടുത്ത് കൊടുത്തു. എന്നിട്ട് മായയുടെ അടുത്ത് പറഞ്ഞു, ഇതിൻ്റെ അകത്ത് മുഴുവൻ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് വെള്ളം നിറയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം നിറഞ്ഞ് ഒഴുകണം ഗ്ലാസ്സിൽ നിന്നിട്ട്. ആ രീതിയിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. മായ അതുപോലെ തന്നെ വെള്ളം നിറച്ചു. ആ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് മുത്തശ്ശി മായയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, ഇതേപോലെ തന്നെയായിരിക്കും നിൻ്റെ ലൈഫിലും സംഭവിക്കുക. ഇൻ കേസ് നീ ഇപ്പോൾ ഒരു ലിമിറ്റ് ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നിൻ്റെ ലൈഫിലും ഒരു ബാലൻസ് ഉണ്ടാവാതെ ഇതുപോലെ ആയിരിക്കും സംഭവിക്കുക എന്ന കാര്യം മുത്തശ്ശി മായയ്ക്ക് പറഞ്ഞു കൊടുത്തു. മായയ്ക്ക് അതിൽ നിന്നിട്ട് ഒരു വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു ഉണ്ടായത്. ഇത് കഴിഞ്ഞതിൽ പിന്നെ മായയുടെ അടുത്ത് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ മായയെ കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ മായ അത് ഉറപ്പായിട്ട് ചെയ്തു കൊടുക്കും. പക്ഷേ ഇൻ കേസ് മായയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മായ അത് ഡയറക്റ്റായിട്ട് അവരുടെ അടുത്ത് നോ പറയാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ അവർക്ക് ദേഷ്യം ഉണ്ടായി, ആദ്യമൊക്കെ അവർക്ക് വിഷമം ഉണ്ടായി തുടങ്ങി, ആദ്യമൊക്കെ അവർ മായയുടെ അടുത്ത് അപ്സെറ്റ് ആയിരുന്നു. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്കും അവർ നേരത്തെ കൊടുത്തിരുന്നതിനേക്കാൾ ഒരുപാട് റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അത് ഓക്കെ ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് അതിന് അനുവദിക്കുന്നതായിരിക്കില്ല. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ സ്റ്റാറ്റസ് ചിലപ്പോൾ അതിന് ഓക്കെ ആയിരിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും നിങ്ങളുടെ ബാലൻസും ആണ് അവിടെ ഇല്ലാണ്ടായി പോകുന്നത്. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ അല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു സേ നോ. നിങ്ങൾ നോ പറയുന്നത് വഴി നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുമായിരിക്കും ചെയ്യുക. നിങ്ങൾ ആദ്യം നോ പറഞ്ഞു തുടങ്ങിയ ആ മൊമെൻറ്റിൽ തന്നെ എല്ലാവരും ചേർന്നിട്ട് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുമെന്ന് ഒരിക്കലും ഇമാജിൻ ചെയ്യരുത്. ആദ്യം ഡെഫിനറ്റ്ലി അവർക്ക് ഹേർട്ടാവും, ചിലപ്പോൾ അവർ ഡിസപ്പോയിൻ്റ് ആവും, ചിലപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് അപ്സെറ്റ് ആയിരിക്കും. പക്ഷേ പോകെ അവരെന്ത് മനസ്സിലാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോ പറയുന്നത് നിങ്ങളെ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അവർ നിങ്ങളെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ നോ പറയുന്നതിന് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എനർജിയും എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നോ പറയുന്നത് വഴി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പറ്റും.
നിങ്ങളുടെ ഗോൾസിന്, നിങ്ങളുടെ ഹാപ്പിനെസ്സിന്, നിങ്ങളുടെ ഇമോഷൻസിന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റും. നോ പറയാന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ സെൽഫിഷ് ആക്കില്ല, അതൊരിക്കലും നിങ്ങളൊരു ബാഡ് പേഴ്സൺ ആക്കില്ല. പകരം നിങ്ങളൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടായിരിക്കും മാറ്റുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നോ പറയാനൊരു മടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ഹാപ്പിനെസ്സും നിങ്ങളുടെ ഇമോഷൻസും ഇതെല്ലാം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ വേറെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.